ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് വേൾഡ് 2050യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ദി റൂൾ ഓഫ് തേർഡ്സ് എന്നുള്ളതാണ്. എ സിമ്പിൾ ബട്ട് പവർഫുൾ കോമ്പോസിഷൻ റൂൾ ഇൻ ഫോട്ടോഗ്രാഫി. എന്താണ് റൂൾ ഓഫ് തേർഡ്സ്? എങ്ങനെ ഇത് വളരെ സിമ്പിളായി മനസ്സിലാക്കാം? കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് റൂൾ ഓഫ് തേർഡ്സ്? ആൻസർ വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുക്കുകയാണ്. ഈ ഫോട്ടോയ്ക്ക് ഒരു ഫ്രെയിമുണ്ട്. ആ ഒബ്ജക്റ്റും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടിയുള്ള ഒരു ഫ്രെയിം. ഈ ഫ്രെയിമിനെ നമ്മൾ 9 തിരിക്കുകയാണ്. അതായത് 2 ഹൊറിസോണ്ടൽ ലൈനും 2 വെർട്ടിക്കൽ ലൈനും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ 4 പോയിന്റ്സ്, ആ 4 പോയിന്റ്സ് ആണ് നമ്മുടെ ഫോട്ടോയുടെ അല്ലെങ്കിൽ വീഡിയോയുടെ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി എടുത്ത് കാട്ടുന്നത്. കാരണം ഒരു ഹ്യൂമൻ മെന്റാലിറ്റി വെച്ച് ഒരാൾ ആദ്യം നോട്ടീസ് ചെയ്യുന്ന പോയിന്റ്സ് ഇതാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് പോയിന്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണ്. സാധാരണ ഫോക്കസ് ചെയ്ത ഒരു ഒബ്ജക്റ്റ് അത് സെൻറ്റർ ഫ്രെയിമിൽ വരാനാണ് സാധാരണ ആളുകൾ നോക്കുക. അങ്ങനെ എടുത്തൊരു ഫോട്ടോ ആണിത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ എടുത്തൊരു ഫോട്ടോയാണ്. സെൻറ്റർ ഫ്രെയിമിലാണ് ആ ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞ റൂൾ ഓഫ് തേർഡ്സ് വെച്ചിട്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു രീതിയിൽ ഫോട്ടോ എടുക്കുകയാണ്. സീ ദ ഡിഫറൻസ്. ഈ ഫോട്ടോയ്ക്ക് ഒരു ബാലൻസും ഡെപ്തും കിട്ടിയെന്നുള്ളതാണ്. നമ്മുടെ ഡെയിലി ഫോട്ടോഗ്രാഫിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റൂളാണിത്. കാരണം സാധാരണ നമ്മൾ ഒരു വ്യക്തിയുടെ ഫോട്ടോയാണ് കൂടുതലായിട്ട് എടുക്കാറുള്ളത്. അദ്ദേഹത്തെ ഫ്രെയിമിൻ്റെ സെൻറ്ററിൽ തന്നെ കൊണ്ടുപോയി അങ്ങ് നിർത്തും. അതിനുശേഷം സ്മൈൽ ചെയ്യാൻ പറയും. അയാൾ സ്മൈൽ ചെയ്യും. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഓൾ. പക്ഷേ ഇതൊന്ന് വെറൈറ്റി ആയിട്ട് ചിന്തിച്ചു നോക്കുക. ആദ്യം ഈ ഗ്രിഡ് ലൈൻസ് ഒക്കെ ക്യാമറയുടെ സെറ്റിങ്സിൽ ഓൺ ആക്കിയിടുക. അതിനുശേഷം ആ വ്യക്തിയെ സ്ക്രീനിൻ്റെ 3/1 കൊണ്ടുപോയി നിർത്തുക. അതായത് നമ്മൾ പറഞ്ഞ റൂൾ ഓഫ് തേർഡ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ഏതെങ്കിലും 2 പോയിന്റിൽ. അതിനുശേഷം അദ്ദേഹത്തോട് പറയുകയാണ് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഫേസ് ചെയ്യാൻ. അതായത് ചെറുതായിട്ടൊന്ന് ടേൺ ചെയ്ത് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നിൽക്കാൻ. അടുത്ത 2 വെർട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടല്ലോ, അതിലേക്ക്. ആ 2 പോയിന്റ്സിൽ വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൂടി ഉണ്ടെങ്കിൽ ദാറ്റ് ഫോട്ടോ വിൽ ബി പെർഫെക്റ്റ്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു ക്ലോസപ്പ് ഷോട്ട് ആണെങ്കിൽ, അതായത് മുഖം മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ആ ഫേസിന്റെ കണ്ണിൽ കൊടുക്കാം. അതായത് ദേ ഇതുപോലെ. കൂടുതൽ ഫിലിം ഷോട്ട്സിലും നമുക്ക് കാണാൻ സാധിക്കും, എബൌട്ട് 70% ഷോട്ട്സിലും മെയിൻ ഒബ്ജക്റ്റിനെ വിഷ്വലൈസ് ചെയ്യാൻ അവർ യൂസ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ അത് ഫോട്ടോ എടുക്കുന്ന ആളുടെ ക്രിയേറ്റിവിറ്റിയെയും ഇൻട്രസ്റ്റിനെയും അനുസരിച്ചിരിക്കും. നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്യാൻ പറ്റിയ 4 ഫോട്ടോസാണ് ഇനി കാണുന്നത്. ട്രൈ ഇറ്റ്. ബ്രേക്കിംഗ് ദ റൂൾ. ഈ റൂൾ എല്ലാ ഫോട്ടോസിനും അല്ലെങ്കിൽ വീഡിയോസിനും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ് ഇല്ല എന്നതാണ് സത്യം. ഈ ഫോട്ടോഗ്രാഫിയുടെ ക്രിയേറ്റിവിറ്റി എഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ കൂടിയുണ്ട്, സിമ്മട്രി എന്ന് പറയും. അതിനെക്കുറിച്ചുള്ള വീഡിയോ പിറകെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.